അളിയാ ഫസ്മിനെ വീഡിയോ കൊണ്ടുവരുന്നു. എന്ത് വീഡിയോ കൊണ്ടുവരാന്? എന്ത് വീഡിയോ കൊണ്ടുവരാന്? ഫസ്മിന് എന്തോ ഇട്ടല്ലോ. എന്ത് വീഡിയോ ഇട്ടല്ലോ. എന്താ പറയുന്നത്? എടാ ഇത് കണ്ട ഏതല്ലോ കണ്ട ഏജന്റിനല്ല ഞാൻ പറയുന്നത്. ബാക്കി കണ്ട വാണങ്ങളെല്ലാം പറയുന്നത് കേട്ടിട്ട് അതും വിശ്വസിച്ച് നടക്കല്ല. മനസ്സിലായോ? ഓനൊന്നും കണ്ടന്റ് ഇല്ല. ഓനെല്ലാം എന്നെ കുറിച്ച് ഇട്ടാലേ രണ്ടാൾക്കാര് കാണും. അതിന്റെ അതിന്റെ അത് എന്തൊരു സിമ്പിൾ കാര്യമാണ്. അപ്പം ഈ പറഞ്ഞ ഏതെല്ലോ കണ്ട ഓൻ്റെ പേര് പോലും ഞാൻ പറഞ്ഞ് ഇത് കൊടുക്കുന്നില്ല. കാരണം അത് എടുത്തിട്ട് അടുത്ത വീഡിയോ ആക്കും. അങ്ങനെ നക്കി നടക്കുന്ന വാണങ്ങളെ കേസൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഓക്കെ, ഷെയ്ക്കായിട്ട് സോൾവ് ആക്കി. ഷെയ്ക്കായിട്ടില്ല, എന്ത് സോൾവ് ആക്കാനടാ? ഞാൻ പറയുന്നില്ല സോൾവ് ആക്കാൻ. കുറെ അടിച്ച് തന്നിട്ട് ഓന് മറ്റേ ഇതിന്റെ ഓനിക്ക് എല്ലാ കാര്യവും ഇതിന് മുമ്പേ അറിയാം. ആർക്ക്? ഈ ഷെയ്ഖ് എന്ന് പറയുന്നവന് എനിക്ക് എല്ലാ കാര്യവും മുമ്പേ അറിയുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം ആദ്യം അറിയുന്ന വ്യക്തി ഓനാണ്. ഓൻ സോൾവ് ആക്കാൻ നോക്കിയിട്ടുമില്ല. ഈ പറഞ്ഞ പോലെ കുറെ ഓന് ഇത് ഒരു ബെനിഫിറ്റ് ആക്കി എടുത്ത്. കാരണം ഓൻ അതിനെ കൊണ്ട് ഗുണമുണ്ടല്ലോ. അപ്പം ഓനതൊരു ബെനിഫിറ്റ് ആക്കി എടുത്ത്. അത് തന്നെ. ഈ പറഞ്ഞ പോലെ ഓന് എൻ്റെ എതിരെ നിന്ന് കുറെ ഊമ്പാൻ നോക്കി. നടക്കൂല എന്നുണ്ടായാലും ഷമീറായിട്ടൊരു സീനും ഇല്ല, നമ്മളായിട്ടൊരു കുഴപ്പമില്ല. കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓൻ വരട്ടെ. ബാക്കി ഞാൻ അവൻ എന്താന്നുള്ളത് അവന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഈ വീഡിയോ വേണേൽ കട്ട് ചെയ്തിട്ട് ഇത് ഇട്ട് കൊടുക്കും. ഇത് ഓൻ കാണുന്നുണ്ടാവും. ഓൻ ഇത് കാണുകയും ചെയ്യും. പക്ഷെ ഓൻ ഇത് ഓൻ്റെ DC-യിലും ഇടൂല, ഒരു പുല്ലിലും ഓൻ ഇടൂല. കാരണം അതിനുള്ള ഉറപ്പ് എനിക്കില്ല. മനസ്സിലായോ? അതിനുള്ള ഉറപ്പ് എനിക്കില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഓനത് വന്ന് പറയട്ടെ എന്തെങ്കിലും. ഞാൻ ബാക്കി അപ്പം ഞാൻ കാണിച്ചു കൊടുക്കാം. ഓക്കെ, നീ നല്ലവനാണോ? ഞാൻ നല്ലവനല്ല. പക്ഷെ ഓനും നല്ലവനല്ല, അല്ലെങ്കിൽ ഒരുത്തനും നല്ലവനല്ല. മനസ്സിലായോ? അതിനുള്ള പ്രൂഫ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറ. അത് താങ്ങാൻ കൽപ്പുണ്ടെങ്കിൽ അതൊന്നും വരൂല മോനെ. മനസ്സിലായോ? അതിനുള്ളൊന്നും ഉറപ്പില്ല. അതൊന്നും വരൂല. മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ എന്താന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞാ കൂടിപ്പോവും. അത് ഓനെ അറിയാം. അതുകൊണ്ടാണ് ബാക്കി ഒന്നിനും നിക്കാണ്ട് ഇപ്പം ഷമീറായിട്ട് ഒരു സീനും ഇല്ല. സീനുണ്ട് എന്ന് ഓൻ പറഞ്ഞിട്ട് വരട്ടെ. ബാക്കി ഞാൻ കൊടുക്കും. അതറിയാം. ഇതിന്റെ എല്ലാം ഇടക്ക് ചോര പിടിക്കാൻ നിന്നിട്ട് ഈ പറഞ്ഞ പോലെ ഞാനും തൊപ്പിയായിട്ട് ആദ്യം അടിയായ സമയം അറിയുന്ന വ്യക്തി ഓനാ. ഒരു കോംപ്രമൈസ് നോക്കാനോ അല്ലെങ്കിൽ ഒരു ഇത് ഇതാക്കാനോ അല്ലെങ്കിൽ അതില് ഒന്നിനും നോക്കിയിട്ടുമില്ല, നോക്കിയും ചെയ്യില്ല. കാരണം അവർക്ക് ലാഭമല്ലടാ മണ്ട. മനസ്സിലായി? അവരവരെ ഇത് നോക്കി അത്ര തന്നെ. ഗ്യാങ് പെട്ടെന്ന് തുടങ്ങി ജിമിറ. ഗ്യാങ് പെട്ടെന്ന് തുടങ്ങൂടാ. ഗ്യാങ് എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റാക്കാം. ഞാൻ ഡെയിലി വരും. 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ചെയ്യും. തൊപ്പിയുടെ പൈസ നീ മുക്കിയില്ല. നിന്റെ ഉപ്പാന്റെ പൈസ ഞാൻ മുക്കി വന്നപ്പോ. ഞാൻ പറയുന്നില്ല മോനെ പൈസ മുക്കാൻ. ആ നാറി 5-ന്റെ പൈസ അടക്കാത്ത നാറി കൈമ കോടിക്കണക്കിന് ഉറുപ്പ്യ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ട കേസാണ്. ഒന്ന് പോയട്ടെ, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ല. ഫസ്മിനെ പറയട്ടെ. ഫസ്മിനെ ഒന്ന് പറയട്ടെ. എന്താ നിങ്ങൾ ഇപ്പൊ എന്തെല്ലോ പറയുന്നുണ്ടല്ലോ ഇവിടെ. അത് ഫസ്മിനെ ഒന്ന് പറയട്ടെ. ഫസ്മിനെ പറഞ്ഞതല്ലേ ഈ പറഞ്ഞ ആരായാലും ഏത് ആളാണെങ്കിലും പറയുന്നത് ഫസ്മിനെ പറഞ്ഞതല്ലേ. അപ്പൊ ഫസ്മിനെ ഒന്ന് പറയട്ടെ. ഫസ്മിനെ പറയൂല. കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇനി ഇത് അവർക്ക് കണ്ടന്റ് ആക്കാനും അവർക്ക് ഇതാക്കാനും വേണ്ടി പലരും പലതും പറയും. അതും വിശ്വസിച്ച് നിങ്ങൾ ഈ മണ്ടന്മാരിങ്ങനെ നടന്നോ? ഇനിയിപ്പൊ എനിക്കെന്താ പറയാനുള്ളത്? പിന്നെ ഡ്രഗ് ടെസ്റ്റ് ഉണ്ട്, അതിന്റെ സാധനം എൻ്റെ കയ്യിലുണ്ട്. അത് വീഡിയോ ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, ഗ്യാങ് സെറ്റാക്കാം. എല്ലാം റെഡി ആവണം. എല്ലാം ഈ സമയത്തെ ഒരു പ്രശ്നമാണ്. ഷമീർ പണ്ടത്തെ പോലെ ചെയ്യാൻ തന്നെ ഞാൻ വന്നത്. പക്ഷെ ഈ ചാറ്റൊന്നും കാണുമ്പോൾ അത് നടക്കുന്നില്ല. മനസ്സിലായോ? എല്ലാം റെഡി ആവട്ടെ. ടൈം മായ്ക്കാത്ത ഒന്നും ഉണ്ടാവൂല. മനസ്സിലായി? ഈ ലോകത്ത് അങ്ങനെയാണ്. പദ്മിനിയുടെ പേഴ്സണൽ ഒന്ന് മതിയാക്കിയടാ. എന്തൊരു കുഞ്ഞായ്മയാണ് ഇടാ. എന്തൊരു കുഞ്ഞായ്മയാണ്. ഷമീർ നാളെ തൊട്ട് ലൈവ് അവേഴ്സ് കൂട്ട്. നാളെ തൊട്ട് നമുക്ക് കൂട്ടാം. മനസ്സിലായോ? നാളെ തൊട്ട് നമുക്ക് കൂട്ടാം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ കുറച്ച് ഡൗണാ. എനിക്കറിയാം ഞാൻ വന്നാൽ എന്തായാലും എന്നെ ഇങ്ങനെ പലതും പറഞ്ഞ് ഡൗൺ ആക്കും എന്നുള്ള കാര്യം എനിക്ക് നല്ല പോലെ അറിയാം. കാരണം നല്ലതായിട്ട് ഒരാള് നിന്നൊരാള് താന്ന് വീണ് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകുന്ന കാണാൻ എല്ലാവർക്കും ഇഷ്ടാ. കാരണം അതങ്ങനെ ചെയ്യണടാ. ഈ പറഞ്ഞ പോലെ മറ്റേ മോളിവുഡ് ടൈംസ് പറയുന്ന പോലെ നമുക്ക് ഇതുണ്ടാകുന്ന സമയത്ത് എല്ലാവരും നമ്മളെ പൊന്തിക്കാൻ നോക്കും. നമ്മളൊന്ന് ഇതാകുന്ന കണ്ട എല്ലാവരും പിടിച്ച്, കാരണം അവർക്ക് ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ പല കാരണങ്ങളും ഉണ്ടാക്കും. അതങ്ങനെയാണ്. റിയാക്ട് റാംബോ ലൈവ് പോയാട്ടെ കണ്ട.
ഞാൻ പറയുന്നില്ല മോനെ. ഓനെ അത് വെച്ചിട്ട് അടുത്ത ഇതാക്കിയിട്ട് ഇടാനായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ സംഭവം വിട്ട്. എന്റെ പകയും പരിപാടിയെല്ലാം ഞാൻ വിട്ട്. എനിക്കത് മതിയായി. ഞാൻ ഈ പറഞ്ഞ ഏജന്റിലായി സംസാരിച്ചാൽ എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ ഇങ്ങനെ ഇതും കൊണ്ട് പോകുന്നതിനെ കൊണ്ട് അത് കാര്യമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മെച്യൂർഡ് ആയിട്ട് ഒരാൾ പറയുന്നത് നമ്മൾ കേൾക്കണം. മനസ്സിലായോ? അതെന്നോട് ആദ്യേ പറഞ്ഞതാ ഏജന്റ്. മനസ്സിലായോ? ഞാൻ പക്ഷെ അത് എടുത്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ എന്റെ ട്രിഗറും ഇതെല്ലാം വെച്ച് നിന്ന്. അങ്ങനെയല്ല നമ്മള് ഈ പറഞ്ഞ പോലെ ഒരു ഇതില് അതിന്റെ ഒരു അങ്ങനെ ഒരു ഇതുണ്ട്. മനസ്സിലായോ? എല്ലാത്തിനും എടുത്തു ചാട്ടം, ഇത് മെച്യൂരിറ്റി എന്ന് പറയും. അതില്ലടാ എനിക്ക്. അതാണ് എന്നെ കൊറേ കുഴിയിൽ കൊണ്ടുപോയി ചാടിച്ച കാര്യം എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ഇല്ലായ്മ. അപ്പോ മെച്യൂരിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് ഞാനിപ്പോ ഉണ്ടാക്കുകയെന്നല്ല, മെച്യൂരിറ്റി വന്ന് ഈ പറഞ്ഞ കുറെ പ്രശ്നങ്ങൾ ഇതെല്ലാം വരുമ്പോൾ മെച്യൂരിറ്റി വരാൻ തുടങ്ങി. അങ്ങനെയാണ്. യൂസ് കാണുന്നില്ല. അതെല്ലാം ഞാൻ ഓഫാക്കി ഇട്ടിട്ടുള്ള ഈ പറഞ്ഞ ഇമോട്ട് ഓൺലി, മറ്റേ സാധനം, അത് ഇത് എല്ലാം ഓൺ ആക്കിയിട്ടുള്ള. കാരണം അതാണ് നല്ലത്. മനസ്സിലായോ? കുറച്ച് നാളത്തേക്ക് നമുക്ക് അങ്ങനെ അങ്ങ് പോവാം. എക്സ്ലാൻഡ് ഈസ് ഗ്യാങ് ആപ്ലിക്കേഷൻ ഇല്ല. സിയോൺ ഓർ ആസ്ട്രിക് സിറ്റി ആണ് നല്ലത് ഗ്യാങ് ഫോം ആവാൻ. നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ആൾക്കാർ വരട്ടെ. നമുക്ക് ഈ പറഞ്ഞ പോലെ സിയോൺ നോക്കാം, ആസ്ട്രിക്സ് നോക്കാം, എല്ലാം ഉണ്ടല്ലോ. നമുക്ക് നോക്കാം. കണ്ണൂർ കിങ് RP. എടാ നമുക്ക് ഞാൻ പഴയ പോലെ ലൈവായിട്ട് വരണം എന്ന് വിചാരിച്ചേടാ. അത് വരും. എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ. മനസ്സിലാ? എല്ലാം ഒന്ന് ഈ പറഞ്ഞ പുറത്ത് നടക്കുന്ന എല്ലാ പരിപാടിയും ഒന്ന് സെറ്റ് ആകുമ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വരും. ഷമീറ, ഒരു ടൈം കഴിയുന്ന വരെ നിന്നെ അപരാധിക്കാൻ ഫേസി. ഷമീറ, ഒരു ടൈം വരെ, ഒരു ടൈം കഴിഞ്ഞ ഷമീറ, ഒരു ടൈം കഴിയണ വരെ നിന്നെ അപരാധിക്കാൻ ആൾക്കാരുണ്ടാവും. നീ തിരിച്ചൊന്നും പറയണ്ട. നിനക്ക് നല്ല ടൈം വരും, അപ്പൊ കൊടുക്കാം. അത്ര തന്നെ ഉള്ളൂ. അതാണടെ ബുദ്ധി. മനസ്സിലായോ? അങ്ങനെയല്ലാന്ന് ബുദ്ധി. ഞങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിയൊന്നും ഇല്ല. ഞാനൊരു ഈ പറഞ്ഞ പോലെ എന്തേ കണ്ട അതിന്റെ മുകളിൽ ചാടി. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞങ്ങൾക്ക് മറ്റേ ഡ്രഗ് ടെസ്റ്റിന്റെ എല്ലാം ഇത് ഇടേണ്ട ആവശ്യമുണ്ടോ? ഒരു പട്ടി പോലും എന്നോട് ചോദിക്കാണ്ട് ഞാൻ ഓവർ ആത്മാർത്ഥതെല്ലാം കാണിച്ചെടുത്ത് ഇട്ടതാണ്. അതിന്റെ ബാക്കിലുള്ള റീസൺസ് ഉണ്ട്. ഇപ്പൊ കംപ്ലീറ്റ്ലി മെഡിക്കൽ റീസൺസ് ഉണ്ട് അതിന്റെ. അതെല്ലാം ഞാൻ കാണിച്ചു തരും. മനസ്സിലായോ? ഇതിപ്പോ ഇവിടെ കാണിച്ചിട്ട് കാര്യമില്ല. അതെല്ലാം അതിന്റെ രീതിയിൽ വരും. ഓക്കെ. അപ്പോ പോർച്ചുഗൽ മാച്ച് ഉണ്ട് ടുഡേ. എന്നാ പിന്നെ എല്ലാരും പോയി കണ്ടോ. എത്ര മണിക്കാ മാച്ച്? എത്ര മണിക്കാ? എന്നാലും നമ്മളെ ബ്രസീൽ പൊട്ടിയല്ലടാ. എന്തൊരു അവസ്ഥയായിരുന്നു. പ്രശ്നം എന്തായി? പ്രശ്നമെല്ലാം ഒരുവിധം എല്ലാം സോൾവ് ആയടോ. വലിയ പ്രശ്നമൊന്നുമില്ല. 12:30 ടൈം ആയനല്ലോ. ആയോ? 12:30 ആയോ? ഇല്ല കേട്ടാ, 10:45. ഷമീർ, ഗൺ പവർ സെറ്റാക്ക്. ലൈവ് ഇല്ലാത്തപ്പോ ഗ്രൈൻഡ് ചെയ്യ. എടാ ലൈവ് ഇല്ലാത്തപ്പോ ഗ്രൈൻഡ് ചെയ്യുന്ന പറയാൻ ടൈം ഇല്ലടാ മുത്തേ. എനിക്ക് അറിയാത്തോണ്ടാ. ഞാൻ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. മനസ്സിലായി? അത് നിങ്ങൾക്ക് വരുമ്പോ മനസ്സിലാവും. ഞാൻ വേറെ പല പരിപാടിന്റെ ഇടയിലാ. മനസ്സിലായി? അതാ ഞാൻ പറഞ്ഞ പുറത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റായി വരും. ടൈം മോശാടാ. മനസ്സിലായോ? ടൈം നല്ല മോശാ. ഈ പറഞ്ഞ പോലെ കുറ്റം പറയാൻ വരുന്നവനിക്കും, മറ്റേ തെറി വിളിക്കാൻ വരുന്നവനിക്കും, അത് വിളിക്കാൻ വരുന്നവനിക്കും എല്ലാം വരാം. വരാം, വിളിക്കാം. കാരണം അതിനുള്ള ഇത് ഞാൻ ആക്കി കൊടുത്തിട്ടുമുണ്ട്. അതിനുള്ള സിറ്റുവേഷനും ഉണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അത് ചെയ്യാം. അപ്പൊ അത് ചെയ്യട്ടെ അവര്. നമുക്കൊരു സമയം വരും. നമുക്കൊരു സമയം വരും. വൺ ഡേ നമുക്കൊരു സമയം വരും. വൺ ഡേ എന്ന് പറയുമ്പോ എനിക്കിപ്പോ ഇപ്പം മറ്റേ ജാസി പറഞ്ഞ ഡയലോഗ് ഓർമ്മ വരും. വൺ ഡേ. അപ്പൊ നമുക്കൊരു സമയം വരും. സമയം വരുമ്പോ നമുക്ക് ഇതാക്കാം. അതല്ലേ അതിന്റെ ഒരു രീതി. ഇന്നെന്താ സ്പെഷ്യൽ ഫുഡിനെന്നോ? ഇന്നെന്താ സ്പെഷ്യൽ ഫുഡിന്? ഇന്ന് ഞാൻ ഉച്ചക്ക് ചോറ് കഴിച്ചാ, ഊണ് കഴിച്ചാ, പിന്നെ ഒന്നും കഴിച്ചില്ല. ആദിൽ ഓക്കെ ആണോ? ആദിൽ ഓക്കേടാ. പോടാ കുണ്ണേ, അത് നിന്റെ തന്ത. വൺ ഡേ വേണ്ട, മതിയായി. അല്ലാ, അവന്മാരെല്ലാം വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ടോ പറഞ്ഞാൽ ആരും ഇപ്പൊ കോണ്ടാക്ട് ഒന്നും ഇല്ലടാ. ശരിക്കും പറഞ്ഞാ അതെല്ലാം കോണ്ടാക്ട് ഒന്നും ഇല്ല ശരിക്കും. അങ്ങനെ മെയിനായിട്ട് കോണ്ടാക്ട് ഇല്ല. എല്ലാരും ഈ പറഞ്ഞ പോലെ ആ സംഭവം നടന്ന് പേടിച്ച് ഇതായി ഒരു ആവേശത്തിലെടുത്ത് ചാടിയ പോലെയാണ് എല്ലാരും ചാടിയത്. പിന്നെ എല്ലാരും പേടിച്ച് ഇതായി. ആകെ സ്ട്രോങ് ആയിട്ട് ഞാൻ മാത്രമേ ഇതിന് നിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാരും
അറിയാലോ അവരുടെ എല്ലാം ഇതറിയാലോ, അപ്പൊ അതിനനുസരിച്ച് അവർ നിക്കുന്നു. എന്റെ കാസ്റ്റ് സീൻ കണ്ടായിരുന്നു, കണ്ട് 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 അവല്ല എന്തൊരു സംഭവം അതല്ലത്, എന്തൊരു സംഭവം അത്. ഷേ ഓൾ ഡേയ്സ് മിസ്സിങ് വരും ബ്രദർ, വരും. മനസ്സിലാ, വരും എന്ന് പറഞ്ഞാൽ വരും. ക്യാം എന്താ ഇല്ലാത്ത, ക്യാം എന്തിനാണ് ഇടുന്നത്? ഇപ്പം വേണമെങ്കിൽ ക്യാം ഓണാക്കാം, കുഴപ്പമില്ല. പക്ഷെ മറ്റേ ഈ കണ്ട വാണങ്ങളൊന്നും വരുമ്പോ എനിക്ക് മറ്റേ ഞാൻ ട്രിഗർ ആവൂടാ, മനസ്സിലാ. ഇവർക്കറിയാം ഇത് ഇതിന് വരുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഇത് ട്രിഗർ ആവുന്നു, ഞാൻ ഇവരെ തെറി വിളിക്കുമെന്നും ഇല്ല വേറെ അടുത്ത കോൺട്രവേഴ്സി വരുമെന്നും ബാക്കി ആൾക്കാരെ ഞാൻ തെറി വിളിക്കുന്നു, അടുത്ത കോൺട്രവേഴ്സി വരുമെന്നും അങ്ങനെ ഞാൻ പിന്നെയും മൂഞ്ചു എന്നല്ല ഇവർക്ക് അറിയാം. അപ്പൊ എന്നെ മൂഞ്ചിക്കാനായിട്ട് വരുന്ന കുറച്ച് നാറികളുണ്ട്, മനസ്സിലാ. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഓണാക്കാൻ താല്പര്യം ഇല്ലാത്തതാണ്. നാളെ മുതൽ ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങ് ഓണാക്കാൻ തോന്നും. കാരണം കുറേ ഇതുണ്ട്, ഈ പറഞ്ഞ പോലെ ആര് സൂപ്പർ വാവ് എന്തോ പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്തോ പറഞ്ഞിട്ടുണ്ട്, ഓൻ എന്തോ പറഞ്ഞിട്ടുണ്ട്, അവരെന്തോ പറഞ്ഞിട്ടുണ്ട്. എല്ലാം റിയാക്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റണ്ടേ ഈ പറഞ്ഞ പോലെ. തൊപ്പിയുടെ വിവരം വല്ലതും ഉണ്ട്? എനിക്കറിയില്ല ബ്രദർ, ഞാൻ കോണ്ടാക്ട് ഒന്നും ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു സമയമാകുമ്പോ ശരിക്ക് ആലോചിച്ചു പോകും, ഇതൊന്നും ആവശ്യമില്ലായിരുന്നു, മനസ്സിലായോ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഡയലോഗെല്ലാം ഞാനിപ്പോ ഫേസ് ക്യാം ഓൺ ആക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് യൂട്യൂബില് ഇതാണ് അടുത്ത കോൺട്രവേഴ്സിയും അടുത്ത അടുത്ത കണ്ടന്റും ഇതുമെല്ലാം, മനസ്സിലായോ. അതുകൊണ്ടാണ് ഞാൻ ഫേസ് ക്യാം ഓൺ ആക്കാത്തത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഷമീറ, ഇനി ആരുമായിട്ടും കോൺട്രവേഴ്സി വേണ്ട, ഫോക്കസ് ഓൺ ആർപി, നീ തിരിച്ചു വാ. അതെ 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 അതെ, അത് തന്നെയാണ് അതിന്റെ ഇത്. ഫസ്റ്റ് ഡേ സ്ട്രീം തൊപ്പിയെ പറഞ്ഞത് സ്ക്രിപ്റ്റ് ആയിരുന്നു. എടാ ഓൻ പറഞ്ഞാടാ, ഓൻ എന്നോട് പറഞ്ഞതാ ഇങ്ങനെ പറയണം. ഓൻ പറഞ്ഞത് ഭയങ്കര കൂട്ടിയിട്ടാണ്, പക്ഷെ എനിക്ക് അത്ര പറയാൻ പറ്റിയിട്ടില്ല. ഞാനത് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും, ഞാനത് ഭയങ്കര കുറച്ച് ക്രിഞ്ചോട് കൂടിയിട്ട് ഞാൻ പറയും. ഞങ്ങൾക്ക് അങ്ങനെ ക്രിഞ്ചോട് കൂടി പറയാൻ പറ്റിയില്ല, മനസ്സിലാവും. അല്ല എനിക്ക് ഞാൻ ഓന് പറഞ്ഞത് അങ്ങനെയെന്ന്, തൊപ്പിയൻ ഉയിർ, തൊപ്പിയൻ ജീവൻ, എൻ ശ്വാസം, അങ്ങനെയല്ല പറഞ്ഞത്, പറയാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കുറച്ച് ക്രിഞ്ചായിട്ട് എൻ്റെതായ ഒരു വേല് ഞാൻ പറഞ്ഞു. ഷമീർ, ഞങ്ങളുണ്ട് കൂടെ, ഫുൾ സപ്പോർട്ട് ബ്രദർ. താങ്ക് യു ബ്രദർ. ഷമീർ, മറ്റേ ടെസ്റ്റ് പോസ്റ്റ് ചെയ്യണം, അതിന്റെ വരുന്നുണ്ടടാ, അത് വരും, മനസ്സിലാ. അത് ഞാൻ ഈ പറഞ്ഞ് വെളുപ്പിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, അത് അങ്ങനെ വരട്ടെ, അതാണ് അതിൻ്റെ ഇത്. അതങ്ങനെയാ, കുറച്ച് കഴിയുമ്പോൾ റിഗ്രറ്റ് അടിക്കും കാര്യം. അതായത് നമ്മൾ ഈ ദേഷ്യം പിടിച്ചിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിലും പാളുപടം. അത് അങ്ങനെയാണ് ഇതെല്ലാം. പിന്നെ ഇപ്പല്ലേ മനസ്സിലാകുന്നത്, മനസ്സിലാ, ഇപ്പല്ലേ മനസ്സിലായി തുടങ്ങുന്നത്. ഒന്നാമത് അങ്ങനെ എൻ്റെ എല്ലാം എനിക്കൊന്നും അങ്ങനെ വലിയ മെച്യൂരിറ്റി ഇല്ലാത്ത ആളല്ലേ ഞാനെല്ലാം. ഷമീർ, എന്തെല്ലാം ഉണ്ട്? ഇതാര്? സൈഫർ ഓജി. സുഖം ബ്രദർ, സുഖം. ഇത് മൊത്തം അപ്പൊ സ്ക്രിപ്റ്റ് ആയിരുന്നോ? നിങ്ങൾക്ക് എന്തെല്ലാം അറിയേണ്ടത്, എന്തൊക്കെയാ അറിയണ്ടേ? ഗാങ് നെയിമോ? ഗാങ് നെയിം എന്ന് പറയുമ്പോ അല്ല, ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. അവര് ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാന്ന് തോന്നുന്നു അങ്ങനെ വിശ്വസിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെയും ഗാങ് ലൈവ് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഫുള്ള് ഇതാന്ന് പറഞ്ഞ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഗാങ് നെയിം ROG, അതല്ലേ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഷമീറെ, ഫുഡൊക്കെ കഴിച്ചോ? എങ്ങനെയുണ്ട്? ഒക്കെ പുറത്തു ആന്ന് കേട്ടോ. മനസ്സിലായില്ല, അത് മനസ്സിലായില്ല മൊത്തം. ലെറ്റ്സ് ഡു സം RP ടുഗദർ ബ്രദർ, അത്രേ ഉള്ളൂ ബ്രദർ. ബ്രോ ലൈഫ് ഓഫ് എടാ ഓൻ്റെ എല്ലാം, എടാ ഓനൊന്നും കണ്ടന്റ് ഇല്ലടോ, മനസ്സിലാക്ക്. ഓന് ഞാൻ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കൊടുത്തെന്ന് പറഞ്ഞിട്ടാണ്, ഓന് ഈഗോ അടിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഓൻ വീഡിയോ എടുത്തത്. ഞാൻ പറയുന്നില്ല, പറഞ്ഞാ കൂടിപ്പോ അടുത്ത ഇതായി പോകും, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാ വിട് ഗൈസ്, ഞാൻ അത് സംസാരിക്കുന്നില്ല, വിട്ടേക്ക്, അത് വിട്ടേക്ക്, മനസ്സിലാ. എല്ലാം സമയം വരട്ടെ.
ഞാനൊരു ഉപദേശം പറയാം. വെറുതെ ഒരു പ്രശ്നത്തിനും പോവരുത്. കാര്യം ഇനി ഇല്ലടാ മുത്തേ. അനക്കത് മനസ്സിലായടാ. അനക്കത് കിട്ടിയാലും കിട്ടിയാലും പഠിക്കാത്തൊരു സ്വഭാവമായിരുന്നു എന്റേത്. പിന്നെ അനക്ക് മനസ്സിലായി. ഈ പറഞ്ഞ പോലെ ഏജന്റെല്ലാം വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നേരം നല്ല ഇരുന്ന് പറഞ്ഞു തന്നു മൂപ്പര്. ഇങ്ങനെയാണ് ഇതിന്റെ ഇതിങ്ങനെയാണ്, ഫീൽഡ് ഇങ്ങനെയാണ്. നീ ഇത്രയും കാലം ഇതൊന്നും അറിയാണ്ട്ന്ന് ഈ പറഞ്ഞ പോലെ തൊപ്പീന്റെ കൂടെ ഉണ്ടായിക്കൊണ്ട് അങ്ങനെ അതൊന്നും അറിയാണ്ട്ന്നേന്ന് ഇങ്ങനെയാണ് ഒറ്റക്ക് നിക്കുമ്പം ഇങ്ങനത്തെല്ലാം ഇതെല്ലാണ് അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ മാക്സിമം നല്ല രീതിയിൽ ഇതിലെല്ലാം പോയാ അങ്ങനെ അങ്ങ് മനസ്സിലായോ? അങ്ങനെയെല്ലാം ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ അനക്ക് ഈ ട്രിഗറും ഇതും ദേഷ്യം കേറുമ്പോ അപ്പാടെ ആ സ്പോട്ടില് അങ്ങനെ ഒരുത്തനായിപ്പോയി ഞാൻ. ഇനി അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവൂല. അത് എന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാ. ഇനി ഈ കോൺട്രോവേഴ്സി എന്ന് പറഞ്ഞ ഒരു 5 കൊല്ലത്തേക്കുള്ള കോൺട്രോവേഴ്സി ഞാൻ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? ഒരു 5 കൊല്ലത്തേക്കുള്ള കോൺട്രോവേഴ്സി ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കോൺട്രോവേഴ്സി പിടിക്കാന് എനിക്ക് പറ്റൂല. മനസ്സിലായോ? അടുത്തൊരു 5 കൊല്ലത്തേക്കുള്ള കോൺട്രോവേഴ്സി ഞാൻ ഓൾറെഡി പിടിച്ചു. ഇനി ഇനി എനിക്ക് പിടിക്കാൻ പറ്റൂല. ഇനി ഞാൻ നല്ലതിൽ പോവാൻ പോവാ. കാരണം എനിക്ക് പറ്റൂല. അതാണ്. ആഹ് പുറത്തൊക്കെ പ്രശ്നം കാരണം GTA കഴിഞ്ഞ് പോയതാണ് ശരിക്കും സാഡായത്. കാര്യം ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂടാ. പിന്നെ ഇതിൽ എല്ലാവർക്കും പങ്കുണ്ടോ മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ ഒരു പ്രോബ്ലം വരുമ്പോ അത് ഇതാക്കാൻ ഈ പറഞ്ഞ ഇതിന്റെ റൂട്ട് കോസ് ആയിട്ട് ഓരോരാൾക്കും ഇതിൽ പങ്കുണ്ട്. ഓരോരാൾക്കും പങ്കുണ്ടെന്ന് ഞാൻ പറയും. ഇപ്പൊ GTA ആൾക്കാരാണെങ്കിലും ഓരോരാൾക്കും പങ്കുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. പിന്നെ ആരുടെ പേരും ഇതൊന്നും എടുത്ത് ഞാൻ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാരും അവരവരെ ഇത് നോക്കി ലാസ്റ്റ് ഇപ്പൊ എല്ലെണ്ണും അടിച്ച് മൂഞ്ചി തെറ്റി അങ്ങ് ഇരുന്ന് മനസ്സിലാ. അപ്പം ബ്രോ ആ ലൈഫ് ഓഫ് അനന്തു കോപ്പിറൈറ്റ് അടിച്ച് കളയാൻ പറ്റുമോ?